ധൈര്യമായിട്ട് ആ കയറി മുളക് പറിക്കുന്നത്. ഇവിടുന്ന് ഇത്രയും താഴ്ചയെന്നാണ് ഈ അപ്പച്ചൻ മുകളിലേക്ക് കയറിയിരിക്കുന്നത്. 80 വയസ്സുള്ള അപ്പച്ചനാണ്. കണ്ടാ, ഞാൻ കൃഷി ഒരു 12 വയസ്സ് കഴിഞ്ഞിടം മുതൽ ഞാൻ കൃഷികൾ ഓരോന്ന് ചെയ്തു തുടങ്ങി. സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് എൻ്റെ വീട്ടിൽ ചേട്ടന്മാരെയൊക്കെ പഠിപ്പിച്ചതിന് കുറേ വസ്തുക്കളൊക്കെ വെട്ടിയത് കൊടുത്ത് അമ്മയെ കൊടുത്തതിന് ശേഷം ആ പൈസ കൊണ്ട് ഞാൻ അന്നത്തെ ഒറ്റി വരെ ഒഴിപ്പിച്ചെടുത്തു. ആ നിലം അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി എനിക്ക് എഴുതി തന്നു. ഇപ്പോഴും ഞാൻ ജോലികൾ ചെയ്തും മരത്തിൽ കയറിയും ഒക്കെയാണ് എൻ്റെ ജീവിതം കഴിക്കുന്നത്. ഇപ്പോഴും എന്നെ കൊണ്ടുവെക്കുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്യും. എൻ്റെ കൃഷിപ്പണികളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. വേലക്കാരെ ഒന്നും കൊണ്ടൊന്നും നിർത്തത്തില്ല. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 80 വയസ്സുള്ള ഗംഗാധരൻ എന്ന് പറഞ്ഞ നമ്മുടെ അപ്പച്ചനെയാണ്. അപ്പച്ചന് നല്ല അടിപൊളി ആരോഗ്യം ചുറുചുറുപ്പുണ്ട്. കാരണം വെച്ചാൽ മരത്തിൽ കയറും. സാധാരണ 80 വയസ്സൊക്കെ ഉള്ള അപ്പച്ചന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാതെയൊക്കെ വീട്ടിലൊക്കെ കിടക്കാം. പക്ഷേ ഈ അപ്പച്ചൻ എന്ന് വെച്ചാൽ ചുറുചുറുപ്പോടെ എല്ലാം ചെയ്യും. അപ്പം നമുക്ക് അപ്പച്ചനെ ഒന്ന് പരിചയപ്പെട്ടാലോ. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തടിക്കാടാണ്. തടിക്കാടുള്ള ഗംഗാധരൻ അപ്പച്ചൻ 80 വയസ്സുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം. നമസ്കാരം, പേരെന്തായിരുന്നു? ഗംഗാധരൻ പിള്ള. ഗംഗാധരൻ പിള്ള. എത്ര വയസ്സുണ്ട്? 80 വയസ്സിനടുത്തുണ്ട്. എന്തുവായിരുന്നു ജോലി? കൃഷിയായിരുന്നു. ഇത് എവിടെ, സ്ഥലം എവിടാ? കുടിയാട്ടുവിള. കൊല്ലം ജില്ലയിലെ കുടിയാട്ടുവിള അഞ്ചൽ തടിക്കാട്. അതെ. അപ്പൊ ഇവിടെ മരത്തിലൊക്കെ കയറുമെന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്ന കേട്ടു. സാധാരണ 80 വയസ്സൊക്കെ ആകുമ്പോ ഒന്നീ ശരീരമൊക്കെ വേദന എടുത്ത് വീട്ടിലൊക്കെ ഇരിപ്പാണ് പതിവ്. ഇതിപ്പോ നല്ല ആരോഗ്യവാനായിട്ടൊക്കെ നിങ്ങൾ ചെറുപ്പക്കാരനായിട്ട് എന്തോ ചെയ്യുന്ന ജോലി? മരത്തിൽ കയറുമല്ലേ? മരത്തിൽ കയറും. കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുക. എന്തൊക്കെയാണ് കൃഷി? ചീനിയുണ്ട്, ചേനയുണ്ട്, ഇഞ്ചിയുണ്ട്, കാച്ചിലുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, ചീരയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. പയറുണ്ട്. ഒറ്റയ്ക്ക് വിളിക്കുന്നില്ല. 2 മണിക്കൂർ നേരം രാവിലെയും വൈകിട്ടും. എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്? രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് നേരെ കൃഷിയിലോട്ട് പോകും. കൃഷിയിലോട്ട് എഴുന്നേച്ച് പല്ലുമൊക്കെ തേച്ച് കൃഷി സ്ഥലങ്ങളിൽ പോകും. ഇങ്ങനെയൊക്കെ ഓരോ ചെയ്യും. സ്വന്തം കൃഷി സ്ഥലമാണോ? അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞങ്ങളിപ്പം ഞാനും എൻ്റെ വൈഫേ ഉള്ളൂ. മക്കളൊക്കെയോ? മക്കള് 2 പെങ്കൊച്ചുങ്ങളായിരുന്നു. അവരെ 2പേരെയും പറഞ്ഞയച്ച്. ഒരാൾ അഷ്ടമുടി, ഒരാൾ പവിത്രേശ്വരം. അപ്പൊ നിങ്ങൾ 2 പേരും മാത്രം സമാധാനത്തിൽ സന്തോഷത്തിൽ ഇവിടെ ജീവിച്ചു പോകുന്നു. വൈകുന്നേരം എപ്പോഴാണ് ഈ കൃഷി സ്ഥലത്ത് ഇറങ്ങുന്നത്? വൈകുന്നേരം രാവിലെ പോകും. രാവിലെ പോയിട്ട് വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കൃഷി സ്ഥലത്ത് പോയി വെള്ളം കോരണ്ടിയൊക്കെ വെള്ളമൊക്കെ കോരി കൃഷി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത്